ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. മറ്റൊരാൾ ദേവിയോട് ചോദിച്ച വരം നിനക്കെതിരെ വരാം. നീ പ്രാർത്ഥന കൈവിടരുത് കേട്ടോ. അമ്മേ, അമ്മയുടെ കാര്യമില്ലേ പറയുന്നേ? അപ്പൊ അത് ഏറ്റുമല്ലേ അമ്മേ? അമ്മേ, മഹാമായേ, സകല തെറ്റുകളും പുറത്ത് മാപ്പ് നൽകണേ. സമസ്ത അപരാധങ്ങളും പൊറുക്കണമേ. നിന്റെ ചൈതന്യം ഈ വിശ്വം മുഴുവൻ നിറഞ്ഞ എല്ലാവർക്കും എന്നെന്നും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകണമേ. അമ്മേ, മഹാമായേ. ദേവി, എന്റെ രാജുവിന്റെ ഇടയിലുള്ള കൊച്ചു കൊച്ചു പ്രശ്നങ്ങളൊക്കെ മാറി അച്ഛനോടുള്ള ആത്മാർത്ഥതയും വിശ്വാസവും കൊണ്ട് രാജു മനസ്സിൽ മറച്ചു വെക്കുന്ന എന്നോടുള്ള പ്രണയം തുറന്നു പറയാൻ രാജുവിന് ധൈര്യം നൽകണേ. ഈ ജീവിതകാലം മുഴുവൻ രാജുവിനൊപ്പം രാജുവിന്റെ ഭാര്യയെ ജീവിക്കാനുള്ള ഭാഗ്യം നീ എനിക്ക് തരണേ. സന്തോഷമായി, അമ്മയ്ക്ക് സന്തോഷമായി. നേരിടാൻ പോകുന്ന മത്സരത്തിന് വിജയം സുനിശ്ചിതമാണ്. ദേവി ഒപ്പമുണ്ട്. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. മനസ്സിൽ ഒരുപാട് ദുഃഖമുണ്ടല്ലേ? പ്രാർത്ഥിക്ക്, മനസ്സുരുകി പ്രാർത്ഥിക്ക്. എല്ലാത്തിനും പരിഹാരം ഉണ്ടാവണമെന്ന് ദേവിയുടെ മനസ്സുരുകി പ്രാർത്ഥിക്കുക. മറ്റൊരാൾ ദേവിയോട് ചോദിച്ച വരം നിനക്കെതിരെ വരാം. നീ പ്രാർത്ഥന കൈവിടരുത് കേട്ടോ. അമ്മേ, അമ്മയുടെ കാര്യമില്ലേ പറയുന്നേ? അപ്പൊ അത് ഏറ്റുമല്ലേ അമ്മേ? ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണല്ലോ. എന്നിട്ടെന്തേ ദേവിയോട് ആഗ്രഹങ്ങളൊന്നും ചോദിക്കാത്തേ? എന്താ ചോദിക്കേണ്ടതെന്ന് പോലും അറിയില്ലല്ലേ കുഞ്ഞേ? വേണ്ട, നീ ഒന്നും ചോദിക്കണ്ട. നീ ദേവിക്ക് പ്രിയപ്പെട്ടവനാ. നിന്റെ കൂടെ തന്നെയുണ്ട്. നിന്റെ വേദന അറിയുന്ന ആളാ ദേവി. നിനക്ക് നല്ലത് മാത്രമേ വരൂ. നീ അത് തിരിച്ചറിയണം. കേട്ടോ? അമ്മയുടെ വാക്കുകൾ കേട്ടോന്ന്? കേട്ടു. കാടനെ വിളിച്ച് വരാൻ പറയട്ടെ. ഇപ്പോഴോ? നീ ഇങ്ങനെ ധൃതി വെക്കാതെ ദീപക്കെ. ആ വിളിച്ചപ്പോഴാ അവനോട് എന്തൊക്കെയാ പറഞ്ഞേ? അത് കേട്ടിട്ടെ എനിക്കെന്റെ പിടിവിട്ടുപോയി നിൽക്കുക. അയാൾ എന്നൊന്നും മൈൻഡ് പോലും ചെയ്തില്ലല്ലോ. അത് അയാൾ അയാളുടെ ഇഷ്ടത്തിന് പറയുന്നതാണോ? ദേവി പറയിപ്പിക്കുന്നതല്ലേ? അതെന്താ, ദേവിക്ക് എന്നെ വേണ്ടേ? അതിനെ വല്ലപ്പോഴുവേ ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴണം ദീപക്കെ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ദൈവം തൂണിലും തുരുമ്പിലുണ്ടെന്നല്ലേ പറയുന്നേ. അപ്പൊ പിന്നെ ക്ഷേത്രത്തിൽ വന്ന് തന്നെ പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിന് എന്താ ഇത്ര നിർബന്ധം? ദൈവ വിചാരം തീരെ ഇല്ലാത്ത നിന്നോടെ തർക്കിക്കാൻ എനിക്ക് സമയമില്ല. നീ ഇങ്ങോട്ട് വന്നേ, വാ. എങ്കിൽ നമുക്ക് ചടങ്ങുകളിലേക്ക് കടക്കാൻ വർമ്മ സാറേ. ഓ ശരി. ശേര, നീ രാജുവിന്റെ കൂടെ പോയി അവന്റെ ഈ ഡ്രസ്സ് മാറ്റിട്ടോ. ശരി ഏട്ടാ. വരൂ പറ്റേ. എന്താ മാഡം, ഞാൻ എന്തിനാ ഡ്രസ്സ് മാറ്റുന്നത്? അതെങ്ങനെ എനിക്കറിയാം രാജു? അച്ഛനല്ലേ പറഞ്ഞത്? രാജു ചെന്ന് ഡ്രസ്സ് മാറിയിട്ട് വാ. എന്ത് ഡ്രസ്സ്? അറിയില്ല രാജു,
എന്താ രാജു എന്താ ഋതുമോളോട് പറയുന്നേ? ഏയ് ഒന്നുമില്ല ശേഖരൻ സാറേ. പിന്നെന്താ താമസം? ഒന്ന് ചെല്ലുമോനെ. അച്ഛാ ദേ വർമ്മ സാർ പറഞ്ഞിട്ട് അനുസരിക്കാതിരുന്ന അത് ശരിയാവില്ല. അവർക്ക് എന്തേലും ചടങ്ങ് കാണും. എന്ത് ചടങ്ങാമ്മേ? രാജു നീ ഒന്ന് വന്നേ. അല്ല സാർ ഒരു മിനിറ്റ്. ഋതിക മേഡം ഒന്ന് വന്നേ. പോരാ. അംബിക മാഡം ഒരു നിമിഷം. എന്താ കാര്യം? എനിക്ക് മാഡത്തോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താന്ന് വെച്ചാ പറയ്, എനിക്ക് പോയിട്ട് ധൃതിയുണ്ട്. മാഡം, എന്റെ മകന്റെ കാര്യ എനിക്ക് സംസാരിക്കാനുള്ളത്. മാഡം ദയവ് ചെയ്ത് അവനെ ഉപദ്രവിക്കരുത്. ഉപദ്രവിക്കാനോ? ഞാൻ എന്തിനാ അവനെ ഉപദ്രവിക്കുന്നേ? മാഡം, ഇവിടെ നിന്ന് എന്താ നടക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ഓ, തനിക്കത് അറിയാമായിരുന്നു. അറിയായിരുന്നു മാഡം. എന്നിട്ട് എന്ത് ധൈര്യത്തിലാണോ താൻ തന്റെ മകനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? അതല്ല മാഡം, വർമ്മ സാർ അങ്ങനെ ഒരു കാര്യം ആഗ്രഹിക്കുമ്പോ. ഓ, പ്രതാപൻ ആഗ്രഹിച്ചു കഴിഞ്ഞാ ഈ സ്വത്തുക്കളെല്ലാം രാജുവിന്റെ കൈകളിലേക്ക് വരുന്നതിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂ. ഹ, അതെനിക്കറിയാം. താനല്ല, തന്റെ സ്ഥാനത്തെ പുറംപോക്കി കിടക്കുന്ന ആരായാലും ഇത്രമാത്രം സ്വത്ത് നിങ്ങളുടെ കയ്യിലേക്ക് വരുമ്പോഴേ അത് സ്വന്തമാക്കാനേ നോക്കൂ. പക്ഷെ അതിന് എന്ത് അവകാശമോട് നിങ്ങൾക്കുള്ള? താൻ ഞങ്ങളുടെ വീട്ടിൽ ഡ്രൈവർ ആയിരുന്നില്ലേ? മാഡം, അതൊക്കെ പഴയ കഥകളല്ലേ. ഇപ്പൊ എന്റെ മകൻ ഋതിക മാഡത്തിന്റെ ഭർത്താവല്ലേ. ആര്? ഋതികയുടെ ഭർത്താവ് രാജുവോ? ഹാ, അതിന് അവര് തമ്മിൽ വിവാഹം കഴിച്ചിട്ടില്ലല്ലോ. ഒരവസരം കിട്ടിയപ്പോ ഋതികയും ഋതികയുടെ സ്വത്തുക്കളും എല്ലാം അങ്ങോട്ട് സ്വന്തമാക്കാന്ന് കരുതിയോ? മാഡം, ഞങ്ങൾ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഋതിക മാഡത്തിന് രാജുവിനോടൊപ്പം ജീവിക്കാനേ ഇഷ്ടമെന്ന് എനിക്ക് മനസ്സിലായപ്പോ ആ ആഗ്രഹം നടക്കട്ടെ എന്ന് തോന്നി. വർമ്മ സാറിനും ഈ ബന്ധത്തിന് എതിരില്ല എന്നായപ്പോ പിന്നെ ഞങ്ങൾ എന്തിനാ മാഡം കുട്ടികളുടെ ജീവിതത്തിന് എതിരേക്കുന്നത്? ഓ, വലിയ മനസ്സായി പോയല്ലോ. എടോ, തന്റെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താന്ന് ഈ അമ്പിയക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല. തന്റെ വേലയൊക്കെ തന്റെ കൈ തന്നെ ഇരിക്കട്ടെ. തന്നെ ഞാൻ ഇന്നും ഇന്നലെ ഒന്നും കാണാൻ തുടങ്ങിയതല്ലോ, വർഷങ്ങളായിട്ട് കാണുന്നതല്ലേ. അതുകൊണ്ട് ഒരു കാര്യം താൻ മനസ്സിലാക്കിക്കോ. ഇവിടെ ഇന്ന് നിങ്ങളെല്ലാം വിചാരിക്കുന്നത് പോലെ പ്രതാപന്റെ കയ്യിൽ നിന്നും അവൻ ഉടവാള് വാങ്ങാൻ പോകുന്നില്ല.